CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആലപ്പുഴയിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം കേരളത്തിൽ പല മേഖലകളിലും മാറ്റങ്ങൾ വേണം. ആ മാറ്റങ്ങൾക്ക് ആരെങ്കിലും മുൻകൈ എടുക്കണം. അത്തരമൊരു മാറ്റം വേണ്ടുന്ന ഒരു പ്രശ്നമാണ് അക്രമ രാഷ്ട്രീയം. സംസ്ഥാനത്ത് പല ഘട്ടങ്ങളിലായി വിവിധ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും മാറ്റി നിർത്താൻ സാധിക്കില്ല. ഏറ്റക്കുറച്ചിലുണ്ടാവും. ശക്തി കുറഞ്ഞതും ശക്തി കൂടിയതുമായ പാർട്ടികൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ട കക്ഷികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കോൺഗ്രസ്, BJP, CPM പാർട്ടികളെ സംബന്ധിച്ച് ഇത്തരം പ്രശ്നങ്ങൾ തുടർച്ചയായി വരുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിന് എപ്പോഴെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ? തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ നടക്കുന്നൊരു സംസ്ഥാനം എന്നുള്ള പേര്, പ്രത്യേകിച്ച് രാഷ്ട്രീയ സംഘർഷം നടക്കുന്ന ഒരു സംസ്ഥാനം എന്ന പേര്, അത് കേരളത്തിൽ ഇല്ലാതാക്കണം. അത് സാധ്യമാകുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിൽ അക്രമത്തിന് സ്ഥാനമുണ്ടാകാൻ പാടില്ല. രാഷ്ട്രീയ സംവാദങ്ങൾ നടത്തുക, ജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടി വിവിധ ഇടപെടൽ നടത്തുക. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കേരളത്തിലെ എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും. ഒരു പ്രദേശത്തും പ്രവർത്തന സ്വാതന്ത്ര്യം ഒരു കക്ഷിക്കും നിഷേധിക്കേണ്ട കാര്യമില്ല. അതാത് പാർട്ടികളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അന്തരീക്ഷം എല്ലാ പ്രദേശത്തും ഉണ്ടാകും. അതിന് വിരുദ്ധമായിട്ടുള്ള ചില ഘടകങ്ങൾ ചില സ്ഥലത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് മാറ്റം വരുത്താൻ ഉള്ള ഇടപെടൽ നടന്നു. അതിന് CPIM സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ CPIM സന്നദ്ധമാണ്. ഇപ്പോൾ കാസർഗോഡ് ഉണ്ടായിട്ടുള്ള കൊലപാതകം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഘട്ടത്തിൽ തന്നെ CPM സ്വീകരിച്ച നിലപാട് ഇതിനൊരു തുടക്കമാണ്. ആ സംഭവത്തെ അപലപിക്കുകയും അത് നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണെന്ന് പ്രഖ്യാപിക്കുകയും അതിൽപ്പെട്ടവരാരായിരുന്നാലും അവരെ നേതൃത്വത്തിൻ്റെ മുമ്പിൽ എത്തിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പാർട്ടി അത്തരം സംഭവത്തിൽ പങ്കാളികളായവരോട് നിർദാക്ഷിണ്യമായിട്ട് പെരുമാറും, നടപടി സ്വീകരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ആരോപണ വിധേയരായിട്ടുള്ളവരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു എന്ന് ആരോപണം ഉയർന്നിരിക്കുന്ന ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇത്തരമൊരു നടപടി CPM സ്വീകരിക്കുന്ന ആദ്യമായിട്ടാണ്. ഇതൊരു തുടക്കമാണ്. അവിടെ ആ സംഭവത്തെ ന്യായീകരിക്കാൻ ആരും തയ്യാറായില്ല. ആ പ്രദേശത്ത് ഇതിനു മുമ്പ് ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ CPM പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു പ്രദേശമാണ് ഈ സംഭവം നടന്ന സ്ഥലം. ഏതോ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് പാർട്ടി ഗ്രാമമാണെന്ന്. അങ്ങനെ നോക്കിയാൽ അത് കോൺഗ്രസിൻ്റെ ഗ്രാമമാണ്. കോൺഗ്രസ്സുകാർക്ക് ആ പ്രദേശത്ത് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ളൂ. പക്ഷേ അവിടെ ഒരു പാർട്ടി ഓഫീസ് സ്ഥാപിച്ചു. അതുമുതലാണ് അവിടെ പ്രശ്നം ആരംഭിച്ചത്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിയുണ്ടായി. വീടുകൾ ആക്രമിച്ചു, പാർട്ടി ഓഫീസ് തന്നെ ആക്രമിച്ചു, ഈ ഓഫീസ് തന്നെ ആക്രമിച്ച് തകർത്തു. അതിനെ തുടർന്ന് കുറേ സംഘർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം സംഘർഷങ്ങളൊക്കെ ഉണ്ടായാലും അതിനുള്ള വഴി കൊലപാതകമല്ല. ആ സമീപനമാണ് മാറേണ്ടത്. അതാണ് പാർട്ടി പരസ്യമായിട്ട് പറഞ്ഞു. ഇത് പാർട്ടി അംഗീകരിക്കുന്നില്ല. ഒരു തരത്തിലുള്ള ന്യായീകരണത്തിനും പാർട്ടി സന്നദ്ധമായില്ല. കഴിഞ്ഞ ഡിസംബർ മാസം 29-നാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പവിത്രേശ്വരത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറി ദേവദത്തനെ കോൺഗ്രസ്സുകാരാണ് വെട്ടിക്കൊന്നത്. CPM ഭാഗത്ത് നിന്ന് അവിടെ യാതൊരുവിധ പ്രതികാര നടപടി ഉണ്ടായിട്ടില്ല. അത് CPM അവിടെ കൊടുത്ത നിർദ്ദേശമായിരുന്നു, മറ്റൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ പാർട്ടി അങ്ങനെ ഒരു സംഭവം ആസൂത്രണം ചെയ്യില്ല. കൊലക്ക് പകരം കൊല എന്നുള്ളത് CPM നയമല്ല. അക്രമം വഴി ഒരു പാർട്ടിയെയും ഇല്ലാതാക്കാൻ കഴിയില്ല. പാർട്ടി വളർത്തേണ്ടത് അക്രമത്തിൽ കൂടിയല്ല. അതാണ് CPM നിലപാട്. അക്രമം വഴി ഏതെങ്കിലും ഒരു പാർട്ടി ഇല്ലാതായി പോകുമായിരുന്നെങ്കിൽ, നശിപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നോ? ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ? ഈ ആലപ്പുഴ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത
400-ൽ പരം പേരാണ് രക്തസാക്ഷികളായത്. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നില്ലേ അത്? ഇത്രയധികം കമ്മ്യൂണിസ്റ്റുകാർ കൊല ചെയ്യപ്പെട്ട ഒരു പ്രദേശം. അതിനുശേഷമാണ് കേരളത്തിൽ 700-ൽ പരം കമ്മ്യൂണിസ്റ്റുകാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നല്ലൊരു ഭാഗം BJPക്കാരും കോൺഗ്രസ്സുകാരും കൊലപ്പെടുത്തിയവരാണ്. പിന്നെ കുറേ പേരെ പോലീസുകാർ വെടിവെച്ച് വന്നതാണ്. ഇത്രയേറെ കമ്മ്യൂണിസ്റ്റുകാർ കൊല ചെയ്യപ്പെട്ടിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇല്ലാതായോ? ഏറ്റവും സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് അഴീക്കോടൻ രാഘവൻ കൊല ചെയ്യപ്പെട്ടില്ലേ? ഒരു MLA കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടത് CPMൻ്റെ MLA ആണ്, കുഞ്ഞാലി, നിലമ്പൂരിൽ. അങ്ങനെ എത്രയോ സംഭവങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിധേയമായിട്ടുണ്ട്. പക്ഷെ പാർട്ടി തകർന്നിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ആലപ്പുഴയിൽ. അക്രമ രാഷ്ട്രീയത്തിന് എതിരാണ് CPM, നിലപാട് മാറ്റുകയാണ് CPM. രാഷ്ട്രീയ പാർട്ടികൾ അക്രമത്തിലൂടെ വളരാൻ പാടില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു.